ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഗൂഗിൾ സ്ലൈഡ്സിൽ നമുക്കൊരു PPT അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ സ്ലൈഡ്സ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ, റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 തരം സ്ലൈഡ് കാണാൻ പറ്റും. ന്യൂ സ്ലൈഡ്, പവർ പോയിൻറ്റ് സ്ലൈഡ്, ക്രിയേറ്റ് ടെംപ്ലേറ്റ്. അതിൽ നമ്മൾ ന്യൂ സ്ലൈഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബ്ലാങ്ക് സ്ലൈഡാണ്. ഇനി അതിലേക്ക് തീം ആഡ് ചെയ്യാനായി റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ചേഞ്ച് തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇതിൽ പലതരം തീംസ് ഉണ്ട്. ഞാനിതിൽ ചൂസ് ചെയ്യുന്നത് ഫോക്കസ് എന്നുള്ള ആ ഒരു തീമാണ്. ഓക്കെ, ഇനി നമുക്കതിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായി ഡബിൾ ടാപ്പ് ടു ആഡ് ടെക്സ്റ്റ് എന്നുള്ള ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. ശേഷം അതിലെ ഫോണ്ട് സൈസും സ്റ്റൈലും മാറ്റാനായി ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ടോപ്പ് സൈഡിൽ കാണുന്ന ആ എ എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈൽ, ടെക്സ്റ്റ് കളറൊക്കെ കാണാം. അതിലാദ്യം നമുക്ക് ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സ്റ്റൈൽ ഇതിൽ പല സ്റ്റൈലുകൾ കാണാം. അപ്പോൾ ഞാനിതിൽ ചൂസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് എന്നുള്ള ഒരു സ്റ്റൈലാണ്. ഇനി നമുക്കതിൻ്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. അതിനായി സൈസ് എന്ന് കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ആരോ കീസ് ഉപയോഗിച്ച് നമുക്ക് സൈസ് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഞാനിവിടെ ഒരു 60 ആണ് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യുന്നത്. അതിന് താഴെ നമുക്ക് ടെക്സ്റ്റ് കളർ, ഹൈലൈറ്റ് കളറൊക്കെ കാണാം. കളർ ഞാനിപ്പോൾ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് നോർമലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്ലൈഡ് ആഡ് ചെയ്യാം. അടുത്ത സ്ലൈഡ് ആഡ് ചെയ്യാനായി ബോട്ടം റൈറ്റ് സൈഡിൽ കാണുന്ന ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് പലതരം ലേഔട്ട് കാണാം. ഞാനതിൽ ചൂസ് ചെയ്യുന്നത് സെക്ഷൻ ഹെഡർ എന്നുള്ള ആ ഒരു ലേഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൂടുതലുണ്ടെങ്കിൽ വേറെ ലേഔട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ആ ലെയറിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് വാട്സപ്പ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സെലക്ട് ആവുന്നതാണ്. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സൈസ് ഒരു ഓസ്വാൾഡാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ശേഷം നമുക്കതിൻ്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ആരോ കീസ് ഉപയോഗിച്ച് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് കളർ ഞാൻ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ പല കളേഴ്സും നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിൽ വൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. അതിനായി റൈറ്റ് സൈഡിലെ ടോപ്പ് കാണുന്ന ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഇൻസേർട്ട് എന്ന് കാണാം. അതിൽ നമുക്ക് കമൻറ്റ്, ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്പ് എന്നിവയൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇമേജ് ആഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസും ക്യാമറ എന്നുള്ള 2 ഓപ്ഷൻ കാണാം. ഞാനതിൽ ഫോട്ടോസാണിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഫോട്ടോസ് ഞാൻ ഓൾറെഡി ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പിൻ്റെ. അപ്പോൾ ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ആ ഫോട്ടോ ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് റീസൈസ് ചെയ്യുന്നു. താഴെയുള്ള കോർണർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ സൈസ് കുറയുന്നതാണ്.
ശേഷം ഫോട്ടോയുടെ അലൈൻമെൻറ്റ് ഒന്നും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാം. ഇപ്പോൾ ക്രോപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ബോട്ടമിൽ കാണുന്ന തേർഡ് ഓപ്ഷനാണ് ക്രോപ്പിങ്ങിൻ്റേത്. അപ്പോൾ ക്രോപ്പിംഗ് ചെയ്യുമ്പോൾ 2 ടൈപ്പുള്ള ക്രോപ്പിംഗ് ഉണ്ട്, ഷേപ്പ് ക്രോപ്പിങ്ങും നോർമൽ ക്രോപ്പിങ്ങും. അപ്പോൾ ഇതിൽ ഷേപ്പ് ക്രോപ്പിങ്ങിൽ പലതരം ഷേപ്സിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കർവായിട്ടുള്ള ഷേപ്പാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ ക്രോപ്പിങ് അതിൽ റെഡി ആയിക്കോളും. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും, റീസൈസ് ചെയ്യാനൊക്കെ പറ്റും. അതിനുശേഷം നമ്മൾ അലൈൻമെൻറ്റ് ഒന്നും കൂടി ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഇതും ഞാൻ സെക്ഷൻ ഹെഡർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്ത് അടുത്ത സ്ലൈഡിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഫേസ്ബുക്കിൽ നിന്നാണ് ആഡ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും ഒക്കെ സെറ്റാക്കി കൊടുക്കാം. അതേ ഫോണ്ട് സൈസും സ്റ്റൈലും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. പ്ലസ് ബട്ടൺ അമർത്തി ഫോട്ടോസിനെ സെലക്ട് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം റീസൈസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇമേജ് ക്രോപ്പ് ചെയ്യുക. അതിൽ ഷേപ്പ് ക്രോപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. വീണ്ടും അതൊന്ന് റീസൈസ് ചെയ്ത് അലൈൻമെൻറ്റ് ശരിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡും സെക്ഷൻ ഹെഡർ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത സ്ലൈഡിലേക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഈ സ്ലൈഡിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും സെറ്റാക്കി കൊടുക്കാം. ഞാൻ എല്ലാത്തിലും അതേ ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ കളറും സ്റ്റൈലും സൈസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം വീണ്ടും പ്ലസ് ബട്ടൺ അമർത്തി ഇമേജ് ആഡ് ചെയ്യുക. അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക. അതൊന്ന് അലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് റീസൈസ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോപ്പ് സെലക്ട് ചെയ്ത് ഷേപ്പ് ക്രോപ്പിൽ കർവായിട്ടുള്ള ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കർവാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഫോട്ടോ ഒന്നും കൂടി ഒന്ന് റീസൈസ് ചെയ്ത് അലൈൻമെൻറ്റൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സെക്ഷൻ ഹെഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ടെക്സ്റ്റ് നിങ്ങളുടെ ടെംപ്ലേറ്റിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ടെക്സ്റ്റും പിന്നെ ഒരു ഫോട്ടോ മാത്രം വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തത്. വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും ഒക്കെ സെറ്റാക്കി കൊടുക്കാം. ഞാനിവിടെ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തതായി ഇമേജ് ഇൻസേർട്ട് ചെയ്യുക. ഫോട്ടോസിൽ നിന്ന് തന്നെ ട്വിറ്ററിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി അതൊന്ന് റീസൈസ് ചെയ്ത് എടുക്കുന്നു. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോപ്പിംഗ് സെലക്ട് ചെയ്ത് അതിൽ ഷേപ്പ് ക്രോപ്പിൽ കർവ്ഡ് ആയിട്ടുള്ള ക്രോപ്പിംഗ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒന്ന് റീസൈസ് ചെയ്ത് ആ ഫോട്ടോൻ്റെ അലൈൻമെൻറ്റ് സെറ്റാക്കുന്നു. ഇതിലെ ടെക്സ്റ്റും ഇമേജും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു
സാമ്പിൾ വീഡിയോ കാണിച്ചു തരുന്നെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഫോട്ടോയും ടെക്സ്റ്റും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ അടുത്ത ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ടെംപ്ലേറ്റിൽ ഞാനൊരു ഇമേജ് മാത്രമാണ് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് ടെംപ്ലേറ്റ് ആണ്. അത് താങ്ക് യു എന്നുള്ള ഇതാണ്. അതിനുശേഷം ആ ഫോട്ടോ നമ്മുടെ സ്ക്രീൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിൽ നിന്നും ഫില്ല് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സ്ലൈഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യാനായിട്ട് ടോപ്പ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. ഏറ്റവും മുകളിൽ അൺടൈറ്റിൽ പ്രസൻറ്റേഷൻ എന്ന് കാണും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ലൈഡിൻ്റെ ഫസ്റ്റ് നെയിം വന്ന് കിടക്കുന്നതാണ്. ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് അതേ 3 ഡോട്ട്സ് പ്രസ് ചെയ്ത് അതിൽ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ ചെയ്യുന്നത് സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് പലതരം ഓപ്ഷൻസ് കാണാം. പവർ പോയിൻറ്റ്, PDF, ഓപ്പൺ ഡോക്യുമെൻറ്റ്, പ്ലെയിൻ ടെക്സ്റ്റ്. ഞാനിതിൽ ചൂസ് ചെയ്യുന്നത് പവർ പോയിൻ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അത് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്യാം. ടോപ്പ് സൈഡിൽ കാണുന്ന ആ പ്ലേ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ആ സ്ലൈഡ് ഷോ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രസൻറ്റ് ഓൺ ദിസ് ഡിവൈസ്, പ്രസൻറ്റ് ടു എ മീറ്റിംഗ്, പ്രസൻറ്റ് ടു ഷെഡ്യൂൾ മീറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഞാനിതിൽ ചൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ഓൺ ദിസ് ഡിവൈസ് എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മൾ ചെയ്ത പ്രസൻറ്റേഷൻ ഇപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ശേഷം ബാക്ക് അടിച്ച് നമുക്ക് ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിൽ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ സൈഡിലായി 3 ഡോട്ട്സ് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണാവുന്നതാണ്. നമുക്ക് സെൻഡ് എ കോപ്പി, ഡൗൺലോഡ്, മേക്ക് എ കോപ്പി, റീനെയിം, ആഡ് ടു ഹോം സ്ക്രീൻ, അങ്ങനെ പല ഓപ്ഷൻസും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ എങ്ങനെ ഗൂഗിൾ സ്ലൈഡ്സിൽ നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.